നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. MG യൂണിവേഴ്സിറ്റി യൂണിയൻ കലോത്സവത്തിന് മുന്നോടിയായി സംഘാടക സമിതി രൂപീകരണ യോഗം 15-ന് അല്ലസർ BDS കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അന്യായമായ തൊഴിൽ നികുതി വർധനവിനെതിരെ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി വണ്ണപ്പുറം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധിച്ചു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് NP ചാക്കോ ഉദ്ഘാടനം ചെയ്തു. വണ്ടിപ്പെരിയാറിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ഓട്ടോറിക്ഷയിൽ കയറ്റി ഉപദ്രവിക്കുവാൻ ശ്രമിച്ചയാളെ വണ്ടിപ്പെരിയാർ പോലീസ് പിടികൂടി. ഗിരിജ്യോതി സ്വയം സഹായ സംഘങ്ങളുടെ വാർഷികാഘോഷങ്ങൾ 15-ന് മുരിക്കാശ്ശേരിയിൽ നടക്കുമെന്ന് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജോസഫ് കൊച്ചുകുന്നിൽ ചെറുതോണിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടങ്ങുന്ന അജൈവ വസ്തുക്കൾ MSFലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് വാങ്ങിയ പിക്കപ്പ് വാഹനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിസാമോൾ ഷാജി ഫ്ളാഗ് ഓഫ് ചെയ്തു. വാർത്തകൾ വിശദമായി. MG യൂണിവേഴ്സിറ്റി യൂണിയൻ കലോത്സവത്തിന് മുന്നോടിയായി സംഘാടക സമിതി രൂപീകരണ യോഗം 15-ന് അല്ലസർ BDS കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. MG സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് അമൽ എബ്രഹാം ഉദ്ഘാടനം ചെയ്യും. മാർച്ച് 17 മുതൽ 23 വരെ തൊടുപുഴ അല്ലസർ ക്യാമ്പസിൽ വെച്ചാണ് സർവകലാശാല കലോത്സവം നടക്കുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സർവകലാശാലകളിലൊന്നാണ് MG സർവകലാശാല. നിരവധി കലാകാരന്മാരെ മലയാളത്തിന്റെ വിവിധ മേഖലയിലേക്ക് സംഭാവന ചെയ്ത MG സർവകലാശാല MG യൂണിവേഴ്സിറ്റി യൂണിയൻ നേതൃത്വം നൽകുന്ന MG യൂണിവേഴ്സിറ്റി കലോത്സവം ഇടുക്കി ജില്ലയിൽ വെച്ച് നടക്കുകയാണ്. ഈ വർഷം മത്സരിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും രാജ്യത്ത് തന്നെ ആദ്യമായി ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുമെന്ന തീരുമാനം യൂണിയൻ സ്വീകരിച്ചു കഴിഞ്ഞു. മാർച്ച് 17 മുതൽ 23 വരെ തൊടുപുഴ അല്ലസർ ക്യാമ്പസിലെ പ്രത്യേകം സജ്ജീകരിച്ച 9 വേദികളിലായി മത്സരങ്ങൾ നടക്കും. പുതിയതായി ചേർത്ത 15 മത്സര ഇനങ്ങൾ ഉൾപ്പെടെ 90 ഇനങ്ങളായിരിക്കും ഇത്തവണ കലോത്സവത്തിനുണ്ടാവുക. കലോത്സവത്തിന്റെ വിജയകരമായ നടത്തിപ്പിന് ആവശ്യമായ കാര്യങ്ങൾ കൂടിയാലോചിക്കുന്നതിനും തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിനും വേണ്ടിയുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം 15-ന് ഉച്ചയ്ക്ക് 2-ന് അല്ലസർ BDS കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് ചേരും. MG സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് അമൽ എബ്രഹാം ഉദ്ഘാടനം ചെയ്യും. മറ്റ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. ആ കലോത്സവം ഈ വരുന്ന മാർച്ച് മാസം 17 മുതൽ 23 വരെയുള്ള ദിവസങ്ങളിൽ ഇടുക്കിയിലെ തൊടുപുഴയിൽ അല്ലസർ ക്യാമ്പസിൽ വെച്ച് സംഘടിപ്പിക്കുകയാണ്. 5 വർഷങ്ങൾക്കിപ്പുറമാണ് ഈ യൂണിയൻ കലോത്സവം ഇടുക്കി ജില്ലയിൽ വേദിയാവുന്നത്. കഴിഞ്ഞ വർഷം കോട്ടയത്ത് വെച്ചാണ് സംഘടിപ്പിച്ചത്. വലിയ പ്രാധാന്യമുള്ള പല മാറ്റങ്ങളും ഈ കലോത്സവത്തിൽ വന്നിട്ടുള്ള ഒരു വേദി കൂടിയാണ് തൊടുപുഴ. ഇതിനു മുമ്പ് സംഘടിപ്പിച്ചത് 2020 ആർട്ടിക്കിൾ 14 എന്നുള്ള പേരിലായിരുന്നു. അതിനു മുമ്പ് 2016 സബര്യ എന്ന പേരിലായിരുന്നു കലോത്സവം സംഘടിപ്പിക്കപ്പെട്ടത്. അപ്പോൾ ഈ 2016 വെച്ചിട്ടാണ് ആദ്യമായിട്ട് ഓൺലൈൻ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനം കലോത്സവത്തിൽ തുടങ്ങുന്നത്. അതിനുശേഷം 2020 ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആളുകളെ പങ്കെടുപ്പിക്കുന്ന കലോത്സവം എന്നുള്ള ഏറെ ജനശ്രദ്ധ ആകർഷിച്ച ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ തൊടുപുഴയിൽ വെച്ച് നടന്ന കലോത്സവങ്ങളുണ്ട്. ഈ വർഷവും അതുപോലെ തന്നെ ആദ്യമായിട്ട് MG സർവകലാശാലയിലെ കലോത്സവങ്ങൾ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് നൽകുന്ന കലോത്സവം കൂടിയാണ് ഇത്തവണത്തേത്. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർപേഴ്സൺ ഗൗതം MS, സെനറ്റ് അംഗം അഖിൽ ബാബു, യൂണിവേഴ്സിറ്റി യൂണിയൻ എക്സിക്യൂട്ടീവ് അംഗം P ശ്രീജിത്ത് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. അന്യായമായ തൊഴിൽ നികുതി വർധനവിനെതിരെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വണ്ണപ്പുറം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രകടനവും പ്രതിഷേധ ധർണയും സംഘടിപ്പിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് സജി കണ്ണമ്പുടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് NP ചാക്കോ ഉദ്ഘാടനം ചെയ്തു. അന്യായമായ തൊഴിൽ നികുതി വർധനവിനെതിരെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിലെ എല്ലാ പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷനുകൾക്ക് മുൻപിൽ നടക്കുന്ന പ്രതിഷേധ ധർണയുടെ ഭാഗമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി വണ്ണപ്പുറം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രകടനവും പ്രതിഷേധ ധർണയും സംഘടിപ്പിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് സജി കണ്ണമ്പുഴിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് NP ചാക്കോ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, വ്യാപാര മേഖല ഓരോ ദിവസവും
അനുദിനം വളരുന്നതിന് പകരം തളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതിനിടയിലാണ് ഗവൺമെൻറ്റിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്തു നിന്നുള്ള അമിതമായ നികുതി വർധനവ്. ഇപ്പോൾ ഏറ്റവും അവസാനമായി നമുക്ക് തൊഴിൽ നികുതിയിൽ വരുത്തിയിട്ടുള്ള വർധന. ഈ വർധനവിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് സംസ്ഥാന വ്യാപകമായി 941 പഞ്ചായത്തുകളിലെ മിക്കവാറും പഞ്ചായത്തുകളിലും അതുപോലെ തന്നെ നഗരസഭയുടെ ഓഫീസുകൾക്ക് മുമ്പിലും കേരളത്തിലെ വ്യാപാര സമൂഹം ഒരു വലിയ സമരത്തിൻ്റെ വക്കിലാണ് നിൽക്കുന്നത്. ഈ തൊഴിൽ വർധനവ്, ഈ നികുതി വർധനവ് എന്ന് പറയുന്നത് ഏകദേശം ഏറ്റവും താഴത്തെ സ്ലാബിൽ വരുന്നതിന് 166% നികുതി വർധനവാണ് വരുത്തിയിട്ടുള്ളത്. 8 സ്ലാബുകളിലായി നിന്നിരുന്ന തൊഴിൽ നികുതി 6 സ്ലാബുകളിലേക്കായി കുറയ്ക്കുകയും അതിൽ 5ഉം 6ഉം 4ഉം 5ഉം സ്ലാബുകൾ കട്ട് ചെയ്തുകൊണ്ട് 6ാമത്തെ സ്ലാബിലേക്ക് ആ നികുതി ഉയർത്തുകയും ഒപ്പം തന്നെ ഏറ്റവും താഴത്തെ സ്ലാബിൽ 166% വർധനവ്, അതിൻ്റെ തൊട്ട് മുകളിലുള്ള സ്ലാബിൽ 150% വർധനവ്, 3ാമത്തെ സ്ലാബിൽ. മുള്ളരിങ്ങാട് യൂണിറ്റ് പ്രസിഡന്റ് സജി പൗലോസ്, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ബേബി വട്ടക്കുന്നിൽ, ട്രഷറർ MG പ്രിൻസ്, ജനറൽ സെക്രട്ടറി നൌഷാദ് മലനാട്, വനിതാ വിംഗ് പ്രസിഡന്റ് ഉഷ രാജൻ എന്നിവർ സംസാരിച്ചു. വണ്ടിപ്പെരിയാറിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ഓട്ടോറിക്ഷയിൽ കയറ്റി ഉപദ്രവിക്കുവാൻ ശ്രമിച്ചയാളെ വണ്ടിപ്പെരിയാർ പോലീസ് പിടികൂടി. വണ്ടിപ്പെരിയാർ പാറമട സ്വദേശി ശിവയെയാണ് പോലീസ് പിടികൂടിയത്. സംഭവത്തിൽ സഹായിയായ ഡ്രൈവറെയും പോലീസ് പിടികൂടി. പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. വണ്ടിപ്പെരിയാറിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ഓട്ടോറിക്ഷയിൽ കയറ്റി ഉപദ്രവിക്കാൻ ശ്രമിച്ചുവെന്ന കേസിലാണ് അയ്യപ്പൻകോവിൽ പാറമട സ്വദേശിയായ ശിവയെയും സഹായിയായ ഓട്ടോറിക്ഷ ഡ്രൈവറെയും വണ്ടിപ്പെരിയാർ പോലീസ് പിടികൂടിയത്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: ഇന്നലെ വൈകുന്നേരം സ്കൂൾ വിട്ട് വീട്ടിലേക്ക് മടങ്ങിയായിരുന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ സ്കൂളിന് സമീപത്ത് വെച്ച് ശിവ ഓട്ടോറിക്ഷയിൽ വലിച്ചു കയറ്റുകയും വണ്ടിപ്പെരിയാർ പാറമടയിൽ എത്തിച്ചപ്പോൾ ദേഹോപദ്രവം ഏൽപ്പിക്കുകയുമായിരുന്നു. സംഭവത്തിൽ വിദ്യാർത്ഥിനിയുടെ കൈക്കും കാലിനും നെറ്റിക്കും പരിക്കേറ്റിട്ടുമുണ്ട്. ശിവ കഴിഞ്ഞ 3 വർഷക്കാലമായി പെൺകുട്ടിക്ക് പിന്നാലെ പ്രണയം നടിച്ച് നടക്കുകയായിരുന്നു. ഇതിനിടയിലാണ് മദ്യലഹരിയിലായിരുന്ന ഇയാൾ ഇന്നലെ പെൺകുട്ടിയെ ഓട്ടോറിക്ഷയിൽ വലിച്ചു കയറ്റി ദേഹോപദ്രവം ഏൽപ്പിക്കുന്നത്. തുടർന്ന് സ്കൂൾ അധ്യാപകരും കുട്ടികളും ചേർന്ന് നൽകിയ പരാതിയെ തുടർന്ന് പെൺകുട്ടിയെ സ്റ്റേഷനിലെത്തിച്ച് മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കേസിൽ പ്രതിയായ ശിവയെയും സഹായിയായിരുന്ന പെരിയാർ എസ്റ്റേറ്റ് സ്വദേശിയായ ഓട്ടോറിക്ഷ ഡ്രൈവറെയും അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. തന്നെ പ്രതി ഓട്ടം വിളിച്ചതാണെന്നാണ് ഓട്ടോറിക്ഷ ഡ്രൈവർ പോലീസിൽ മൊഴി നൽകിയിരിക്കുന്നത്. വണ്ടിപ്പെരിയാർ സർക്കിൾ ഇൻസ്പെക്ടർ സുവർണകുമാർ, ASI നിയാസ് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. VBC ന്യൂസ്, വണ്ടിപ്പെരിയാർ. കത്തോലിക്ക സഭ നവീകരണ പ്രസ്ഥാനമായ ഓപ്പൺ ചർച്ച് മൂവ്മെന്റിന്റെ പ്രതിഷേധ യോഗം 16-ന് കട്ടപ്പനയിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സഭാവിരുദ്ധരായ കത്തോലിക്ക പുരോഹിതർക്കെതിരെയാണ് പ്രതിഷേധം. വിശ്വാസികളായ പൂർവികരും സന്യസ്തരും ത്യാഗത്തിലൂടെ പടുത്തുയർത്തിയ കത്തോലിക്ക സഭയെന്ന നല്ല പ്രസ്ഥാനം ഇന്ന് പണപ്പെരുവിനും ധൂർത്തിനുമായി മാറ്റപ്പെടുകയാണെന്ന് അവർ ആരോപിച്ചു. സഭാവിരുദ്ധരായ കത്തോലിക്ക പുരോഹിതർക്കെതിരെ കത്തോലിക്ക സഭ നവീകരണ പ്രസ്ഥാനമായ ഓപ്പൺ ചർച്ച് മൂവ്മെന്റിന്റെ പ്രതിഷേധ യോഗം ഞായറാഴ്ച ഉച്ചയ്ക്ക് 1:30 കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിന് പടിഞ്ഞാറ് ഭാഗത്തുള്ള വില്ലേജ് ഓഫീസ് റോഡരികിലുള്ള വിസ ഫോർ സ്റ്റഡി സെന്റർ ഹാളിൽ നടത്തും. കുർബാന തർക്കം പറഞ്ഞ പണത്തിനും അധികാരത്തിനും വേണ്ടി തെരുവിലും ബലിപീഠത്തിലും തമ്മിൽ തല്ലി പരിശുദ്ധ കുർബാന തല്ലി തകർക്കുകയും പുരോഹിതരുടെ കൈകാലുകൾ തല്ലിയൊടിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ അഭിഷിക്തരെന്ന് പറയുന്ന ഈ ഗുണ്ടാ പുരോഹിതർ അസഭ്യ മുദ്രാവാക്യം വിളികളുമായി തെരുവിൽ പ്രകടനം നടത്തുന്നു. ഈ പുരോഹിതരെ നിലയ്ക്ക് നിർത്തുവാൻ ഇരുപക്ഷവും ചേരാത്ത വിശ്വാസികൾ രംഗത്തിറങ്ങണമെന്ന് കത്തോലിക്ക സഭ നവീകരണ പ്രസ്ഥാനമായ ഓപ്പൺ ചർച്ച് മൂവ്മെന്റ് ആവശ്യപ്പെടുകയാണ്. ഇവർ തമ്മിലുള്ള വിഷയം സഭാ സ്ഥാപനങ്ങൾക്കുള്ളിൽ വെച്ച് സമാധാനപരമായി ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്ന് OCM ആവശ്യപ്പെട്ടു. സഭാവിരുദ്ധരായ ഇരുപക്ഷത്തുമുള്ള ഗുണ്ടാ പുരോഹിതരെയും കന്യാസ്ത്രീകളെയും നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ നാട്ടിൽ രക്തപ്പൊഴിയൊഴുകും. വിശ്വാസികളായ പൂർവികരും സന്യസ്തരും ത്യാഗത്തിലൂടെ പടുത്തുയർത്തിയ കത്തോലിക്ക സഭയെന്ന നല്ല പ്രസ്ഥാനം ഇന്ന് പണപ്പിരിവിനും ധൂർത്തിനും ലൈംഗിക ചൂഷണത്തിനുമായി മാറ്റപ്പെടുകയാണ്. ഈ നില തുടർന്നാൽ സഭ ഇല്ലാതാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. എല്ലാ മനുഷ്യരും പരസ്പരം സ്നേഹത്തോടും വളരെ ബഹുമാനത്തോടും കൂടിയാണ് ക്രിസ്ത്യാനികളെ കണ്ടിരുന്നത്. നാണം കെട്ട ഈ ഗുണ്ടാ പുരോഹിതർ പൊതുസമൂഹത്തിൽ ക്രിസ്ത്യാനികൾക്ക് അപമാനമുണ്ടാക്കിയിരിക്കുകയാണെന്നും അവർ ആരോപിച്ചു. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പോലെ മുദ്രാവാക്യം വിളിച്ച് അസഭ്യ മുദ്രാവാക്യങ്ങളൊക്കെ വിളിച്ച് തമ്മിൽ അടിപിടി കൂടുകയും അതുപോലെ തന്നെ കൈകാലുകൾ തല്ലിയൊടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മളിന്ന് കാണുന്നു. അതുപോലെ മറ്റൊരു കാര്യം, ഏറ്റവും ആദരപൂർവ്വം ക്രിസ്ത്യാനികൾ വീക്ഷിക്കുന്ന പരിശുദ്ധ കുർബാനയും അതിന്റെ ബലിപീഠവും അതും തല്ലി തകർക്കുന്ന സ്ഥിതിവിശേഷം നമ്മൾ കാണുകയുണ്ട്.
ഇത് ഒന്നിനൊന്നിന് ഓരോ ദിവസം ചെല്ലുന്തോറും വർദ്ധിച്ചു വരുന്ന ഒരു പ്രവണതയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ സാഹചര്യം ക്രിസ്തീയ സഭയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയെ സംബന്ധിച്ച് ഒരു ദുസൂചനയാണ്. അതുകൊണ്ട് ഞങ്ങള് കത്തോലിക്ക സഭ നവീകരണ പ്രസ്ഥാനമായ ഓപ്പൺ ചർച്ച് മൂവ്മെന്റ് രണ്ട് ചേരിയിരിക്കുന്ന ഈ പുരോഹിതരുടെ ഗുണ്ടാ വിളയാട്ടം അതിനെതിരെ പ്രതികരിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. രണ്ടു പക്ഷവും ചേരാത്ത വിശ്വാസികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് സഭയുടെ നിലനിൽപ്പിനും മുന്നോട്ടുള്ള വളർച്ചയ്ക്കും വേണ്ടിയിട്ട് ഇത് ചെയ്യാതെ മാർഗമില്ലാത്ത സാഹചര്യമായി. അതുകൊണ്ട് എറണാകുളം പക്ഷമെന്നോ ചങ്ങനാശ്ശേരി പക്ഷമെന്നോ പക്ഷം പിടിക്കാതെ തന്നെ സഭയ്ക്ക് വേണ്ടി നിലപാടെടുക്കുന്ന ആളുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് അടുത്ത ഞായറാഴ്ച 1:30 കട്ടപ്പനയിൽ നമ്മളൊരു യോഗം വിളിച്ച് ചേർക്കുകയാണ്. പൊതുസമൂഹത്തിന് മുമ്പിൽ വലിയ നാണക്കേടാണ് ഈ പുരോഹിതർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ പഴയകാല ക്രിസ്തീയ വിശ്വാസം സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും നന്മയുടെയും ഒക്കെ പ്രതീകങ്ങളായിരുന്നു ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ ജനസമൂഹത്തിന് മുമ്പിൽ എല്ലാവരും ക്രിസ്ത്യാനികളെന്ന് പറയുന്ന വിഭാഗം വളരെ ആദരിക്കപ്പെട്ടിരുന്നു, ബഹുമാനിക്കപ്പെട്ടിരുന്നു. അതുപോലെ എല്ലാവരും പരസ്പരം സ്നേഹം പങ്കുവച്ചിരുന്നു. ഇന്ന് പണത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ദൂർത്തടിക്കുന്നതിന് വേണ്ടിയിട്ടും ലൈംഗിക ചൂഷണത്തിന് വേണ്ടിയിട്ടുമാണ് ഇന്ന് ഭൂരിപക്ഷം പുരോഹിതരും സഭയിൽ നിലകൊള്ളുന്നതെന്ന് പറഞ്ഞാൽ അതിന് അതിശയോക്തിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കട്ടപ്പനയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന ചെയർമാൻ റെജി ഞള്ളാനി, ഡോക്ടർ ബാബു സെബാസ്റ്റ്യൻ, മാത്യു തോമസ് കൂട്ടുങ്കൽ, KA രാജൻ, ML റോയി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. ഇടുക്കി രൂപതയുടെ കീഴിലുള്ള സാമൂഹ്യക്ഷേമ വിഭാഗമായ ഹൈറേഞ്ച് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിലുള്ള ഗിരിജ്യോതി സ്വയം സഹായ സംഘങ്ങളുടെ വാർഷിക ആഘോഷങ്ങൾ ഫെബ്രുവരി 15 രാവിലെ മുരിക്കാശ്ശേരിയിൽ നടക്കുമെന്ന് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജോസഫ് കൊച്ചുകുന്നിൽ ചെറുതോണിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പാവനാത്മ കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടി ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി IAS ഉദ്ഘാടനം ചെയ്യും. ശനിയാഴ്ച രാവിലെ 9:30 മുരിക്കാശ്ശേരി സെന്റ് മേരീസ് പള്ളി അങ്കണത്തിൽ നിന്നും വിളംബര റാലിയോടെ ആരംഭിക്കുന്ന വാർഷികാഘോഷ പരിപാടികളിൽ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേക സെമിനാറും സംഘടിപ്പിക്കുമെന്നും ഫാദർ ജോസഫ് കൊച്ചുകുന്നേൽ അറിയിച്ചു. പാവനാത്മ കോളേജ് ഓഡിറ്റോറിയത്തിൽ ചേരുന്ന സമ്മേളനം ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ഉദ്ഘാടനം ചെയ്യും. ഇടുക്കി രൂപത മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ അധ്യക്ഷത വഹിക്കുമ്പോൾ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ഫാദർ ജോസ് കരിവേലിക്കൽ, നബാർഡ് ജില്ലാ മാനേജർ അരുൺ MS, പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ജില്ലാ മാനേജർ റിയാസ് A എന്നിവർ നിർവഹിക്കുമെന്നും HDS ഭാരവാഹികൾ ചെറുതോണിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ 22 വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന രജിസ്റ്റേർഡ് NGO ആണ്. ഹൈറേഞ്ച് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഗിരിജ്യോതി SHG ഫെഡറേഷൻ സ്വാശ്രയ സംഘങ്ങളുടെ കൂട്ടായ്മയാണ്. അപ്പോൾ ഈ സ്വാശ്രയ സംഘങ്ങളുടെ ഒരു വാർഷിക ആഘോഷവും അതിനോട് ചേർന്ന് കാലാവസ്ഥാ വ്യതിയാനത്തെ സംബന്ധിച്ചുള്ള ഒരു ബോധവൽക്കരണ പരിപാടിയായി കാലാവസ്ഥാ ഉച്ചകോടി എന്ന നിലയ്ക്ക് ഒരു വാർഷികവും ഉച്ചകോടിയും ഒന്നിച്ച് നടത്തുന്നു. ഈ പരിപാടിയിൽ നേതൃത്വം നൽകുന്ന HDSന്റെ പ്രോഗ്രാമിൽ ഇടുക്കി ജില്ലാ കളക്ടർ ശ്രീമതി വി വിഘ്നേശ്വരി IASഉം ഇടുക്കി രൂപത മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ, അദ്ദേഹം ഹൈറേഞ്ച് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ രക്ഷാധികാരി കൂടിയാണ്. അതുകൂടാതെ ഹൈറേഞ്ച് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ, മറ്റു ഭാരവാഹികളായ റെജി ശൗര്യാംകുഴി, CB തോമസ്, ബിജോ മാത്യു, കുഞ്ഞമ്മ തോമസ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടങ്ങുന്ന അജൈവ വസ്തുക്കൾ MSFലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് വാങ്ങിയ പിക്കപ്പ് വാഹനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിസാമോൾ ഷാജി ഫ്ളാഗ് ഓഫ് ചെയ്തു. വൈസ് പ്രസിഡന്റ് ലിയോ കുന്നപ്പള്ളി ഉൾപ്പെടെ നിരവധി വ്യക്തികൾ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്തിൽ മാലിന്യമുക്ത നവകേരളം പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടങ്ങുന്ന അജൈവ വസ്തുക്കൾ വീടുകളിൽ നിന്ന് MSFലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി പിക്കപ്പ് വാഹനം വാങ്ങിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിസാമോൾ ഷാജി വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. കുറേ നാളുകളായിട്ട് നമുക്ക് ഹരിതകർമ്മസേനയ്ക്ക് വണ്ടി എന്ന സ്വപ്നം ഇപ്പോൾ ഇവിടെ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ മാലിന്യമുക്ത നവകേരളവുമായി നവകേരള പദ്ധതിയിൽ ഞങ്ങളുടെ കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്തും ഭാഗമായിട്ടിരിക്കുകയാണ്.
ഇവിടെ ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് ഇനി നാളെ നമ്മൾ 15-ാം തീയതിയാണ് നമ്മൾ വണ്ടി അവർക്ക് കൈമാറുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചായിരിക്കും ഞാൻ. വൈസ് പ്രസിഡന്റ് ലിയോ കുന്നപ്പള്ളി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബൈജു കറവങ്കൽ, വിജി ജോമോൻ, മെമ്പർമാരായ AN ദിലീപ് കുമാർ, ബിപിൻ അഗസ്റ്റിൻ, സന്തോഷ് കുമാർ, CDS ചെയർപേഴ്സൺ പുഷ്പ വിജയൻ, സെക്രട്ടറി അഗസ്റ്റിൻ VP, അസിസ്റ്റന്റ് സെക്രട്ടറി മേഴ്സി ജോർജ്, ഹരിതകർമ്മസേന കൺസോർഷ്യം പ്രസിഡന്റ് ലളിത, അനു സുധി, ഹരിതകർമ്മസേന അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. കേന്ദ്ര സർക്കാരിന്റെ ഭാരത് അരിയുടെ വിതരണം വണ്ണപ്പുറത്ത് നടന്നു. BJP വണ്ണപ്പുറം മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് സുരേഷ് കുമാർ ജി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് KK അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. TK സനൽകുമാർ, രാജേഷ് കല്ലേപ്പിള്ളി, സാനു N കുന്നേൽ, ടോമി ജോൺ, അനിൽകുമാർ, അമൽ എന്നിവർ പങ്കെടുത്തു. അരിയുടെ വില നിയന്ത്രിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് ഇത്. നരേന്ദ്രമോദിജി നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും വികസനത്തിനും അതോടൊപ്പം തന്നെ ജനക്ഷേമകരമായ ഒട്ടേറെ പദ്ധതികൾ നടപ്പാക്കുകയാണ്. അതിൻ്റെ ഭാഗമായി വിപണിയിൽ ഇടപെട്ട് നിത്യോപയോഗ സാധനങ്ങളുടെയും അരിയുടെയും എല്ലാം വില നിയന്ത്രിച്ച് നിർത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഭാരത് റൈസ് വില കുറച്ച് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് വണ്ണപ്പുറത്ത് ഇന്ന് ഈ അരി വിതരണം നടക്കുന്നത്. 10 കിലോ ഭാരത് റൈസിന് 340 രൂപയാണ് ഈടാക്കുന്നത്. വിപണിയിൽ ഇടപെട്ട് വില നിയന്ത്രിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ഉദ്ദേശം. ഈ നിലയിൽ നിരവധി പദ്ധതികളാണ് കേന്ദ്രത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനെല്ലാം ജനങ്ങളുടെ വലിയ പിന്തുണയും സഹകരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മുംബൈയുടെ രുചികൾ ഇപ്പോൾ തൊടുപുഴയിലും. രുചിവൈവിധ്യം ഒരുക്കിക്കൊണ്ട് ഹോട്ടൽ മുംബൈ ഫ്യൂഷൻ തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു. തൊടുപുഴ മണക്കാട് റോഡിൽ താഴത്തെപ്പറമ്പിൽ കോംപ്ലക്സിൽ ആരംഭിച്ച മുംബൈ ഫ്യൂഷന്റെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർപേഴ്സൺ സബീന ബിഞ്ചു നിർവഹിച്ചു. വൈവിധ്യമാർന്ന മുംബൈ രുചികൾ ഇനി തൊടുപുഴയിലും. മസാല ചായ, വടപ്പാവ്, ചോളെ ഭട്ടൂരെ, പാനിപൂരി, ഭേൽപൂരി, പാവ് ബജി തുടങ്ങിയ ഉത്തരേന്ത്യൻ രുചി തനതായ രീതിയിൽ ഒരുക്കി ഹോട്ടൽ മുംബൈ ഫ്യൂഷൻ തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു. തൊടുപുഴ മണക്കാട് റോഡിൽ താഴത്തെപ്പറമ്പിൽ കോംപ്ലക്സിലാണ് ഹോട്ടൽ മുംബൈ ഫ്യൂഷൻ ആരംഭിച്ചിരിക്കുന്നത്. കൗൺസിലർ ജോസ് മഠത്തിലിന്റെ സാന്നിധ്യത്തിൽ മുംബൈ ഫ്യൂഷന്റെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർപേഴ്സൺ സബീന ബിഞ്ചു നിർവഹിച്ചു. ഇന്നിവിടെ തുടക്കം കുറിക്കുന്ന ബോംബെ ഫ്യൂഷൻ എന്ന ഈ സ്ഥാപനത്തിന് ആദ്യമായി എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. അതോടൊപ്പം ബിസിനസ് രംഗത്ത് വർഷങ്ങളായി പാരമ്പര്യമുള്ള നമ്മുടെ ഹാരിസ് ഇതിനൊരു പ്രാധാന്യം തന്നെയാണ് നമ്മൾ അറിയിക്കുന്നത്. കാരണം അദ്ദേഹം പല ബിസിനസ് രംഗങ്ങളിൽ പല സ്ഥാപനങ്ങളും തൊടുപുഴയിൽ പ്രവർത്തിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അധീനതയിൽ. ഏതായാലും അതെല്ലാം വളരെ മനോഹരമായ രീതിയിൽ തന്നെ നമുക്ക് തൊടുപുഴക്കാർക്ക് സമ്മാനിക്കുന്നതിൽ അദ്ദേഹം ഏറ്റവും നല്ല ശ്രദ്ധ പുലർത്തിയിട്ടുമുണ്ട്. ഇന്നിവിടെ തുടക്കം കുറിക്കുന്ന ഈ സ്ഥാപനത്തിന് ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. രുചികൾ തനതായ രീതിയിലാണ് ഒരുക്കിയിരിക്കുന്നതെന്നും എല്ലാവരെയും രുചി ആസ്വദിക്കുവാൻ ക്ഷണിക്കുന്നുവെന്നും മാനേജ്മെന്റ് അറിയിച്ചു. ഞങ്ങളൊരു പുതിയ സംരംഭം സ്റ്റാർട്ട് ചെയ്യുകയാണ്. തൊടുപുഴ മണക്കാട് റോഡിൽ പുതുതായിട്ടൊരു ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ബോംബെ ബേസ്ഡ് ഫുഡാണ് കൂടുതൽ ഞങ്ങൾ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. പാനിപൂരി, പൂരി ബാജി, പാവ് ബാജി, മിസൽ പാവ്, ബേൽപൂരി. സാധാരണ ബോംബെയിലെ ടേസ്റ്റ് നമ്മളിവിടെ കിട്ടുന്നില്ല പല ഹോട്ടലുകളിലും. പേരിൽ മാത്രമേ ഈ ഫുഡുള്ളൂ. പക്ഷേ കിട്ടുന്നത് തനതായ രുചിയിൽ, തനതായ ടേസ്റ്റിൽ നമ്മളത് പരിചയപ്പെടുത്തുകയാണ്. കൂടാതെ കേരള ഫുഡും കരുതുന്നുണ്ട്. വെജും നോൺ വെജും എല്ലാം പുറകെ വരുന്നുണ്ട്. ഇപ്പം എല്ലാവരും സഹകരിക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ജ്യൂസ്, ഷെയ്ക്ക് തുടങ്ങിയവയും കേരള ചൈനീസ് രുചികളും മുംബൈ ഫ്യൂഷനിൽ ഒരുക്കിയിട്ടുണ്ട്.
ഇന്റർനാഷണൽ കായിക പരിശീലകനുമായ സി മുരളീധരൻ വെമ്പിള്ളി ആയുർവേദ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്കായി എത്തി. 1983 സർവീസസിന്റെ 5 ഗോൾഡ് മെഡൽ നേടിയ ഇദ്ദേഹം 11 വർഷത്തോളം നാഷണൽ മത്സരങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്. കൂടാതെ സൗത്ത് ഏഷ്യൻ ഗെയിംസിലും മത്സരിച്ച് നിരവധി മെഡലുകളും രാജ്യത്തിനു വേണ്ടി ഇദ്ദേഹം നേടിത്തന്നിട്ടുണ്ട്. നിലവിൽ ബാംഗ്ലൂരിൽ ക്യാപ്റ്റൻ സ്ട്രൈക്ക് ആൻഡ് ഫീൽഡ് എന്ന പേരിൽ അത്ലറ്റിക് അക്കാദമി നടത്തുകയാണ്. ഇന്ത്യക്ക് വേണ്ടി നിരവധി തവണ കായിക മത്സരങ്ങളിൽ പങ്കെടുത്ത് ധാരാളം മെഡലുകൾ നേടിത്തന്ന സി മുരളീധരൻ എന്ന കായിക പ്രതിഭ വെമ്പിള്ളി ആയുർവേദ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്കായി എത്തി. മുരളി സാറുടെ ഒരു ഗ്രേഡ് 2 ഓസ്റ്റിയോആർത്രൈറ്റിസിൻ്റെ ഒരു ഫേസിലേക്ക് വന്നിട്ടുള്ളൂ. സാറിൻ്റെ ഏജ് വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് വെരി നമുക്കൊരു സർജറി ഒന്നും ഇല്ലാതെ സിമ്പിളായിട്ട് മാനേജ് ചെയ്യാവുന്ന കേസാണ്. പ്രോപ്പറായിട്ടുള്ള ആയുർവേദ ട്രീറ്റ്മെൻറ്റും ഫിസിയോയും കൂടെ കമ്പൈൻഡ് ആയിട്ട് കൊടുത്തു. സാർ ഈസ് 80% റിലീവ്. പിന്നെ ഫർദർ സ്ട്രെങ്തനിങ്ങും എക്സസൈസും എല്ലാം കണ്ടിന്യൂ ചെയ്യുക. കുറച്ച് മിനിമൽ മെഡിസിൻസും കണ്ടിന്യൂ ചെയ്യുമ്പോഴത്തേക്കും സാറ് 100% ഫിറ്റ് ആയിക്കോളും. സാറൊക്കെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് സൂക്ഷിക്കുന്ന ആളാണ്. അതുകൊണ്ട് ബെറ്റർ ആവുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. 1983 സർവീസസിന്റെ 5 ഗോൾഡ് മെഡൽ നേടിയ മുരളീധരൻ 11 വർഷത്തോളം നാഷണൽ മത്സരങ്ങളിൽ പങ്കെടുത്ത് 10ഓളം മെഡലുകൾ കരസ്ഥമാക്കി. സൗത്ത് ഏഷ്യൻ ഗെയിംസ് സിൽവർ മെഡലിസ്റ്റ് കൂടിയായ ഇദ്ദേഹം ഏഷ്യൻ ഗെയിംസിലും ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലും പങ്കെടുത്തിട്ടുണ്ട്. പ്രീ ഒളിമ്പിക്സിൽ സിൽവർ മെഡലും കരസ്ഥമാക്കി. ഇന്റർനാഷണൽ കോച്ചിംഗ് ക്യാമ്പുകളിലും പങ്കെടുത്തിട്ടുണ്ട്. സർവീസസിലെ മാൻ ഓഫ് ദ ഇയർ അവാർഡും നേടിയിട്ടുണ്ട്. ഡൽഹിയിൽ നിന്നും സ്പോർട്സ് ഗുരു അവാർഡും കോച്ചിംഗ് രംഗത്തേക്ക് വന്നതിന് ശേഷം ലഭിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ട്രീറ്റ്മെൻ്റ് ആയാലും ഇവിടുത്തെ ഫുഡ് ആയാലും അക്കോമഡേഷൻ ആയാലും ഹൈജീനിക് നോക്കുകയാണെങ്കിലും എല്ലാം 100% പെർഫെക്റ്റാണ്. കുറേ ഫിസിയോസിനെയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ എനിക്ക് കുറച്ച് ഡിഫറൻ്റ് ആയിട്ടാണ് തോന്നുന്നത്. നല്ലൊരു ബെറ്ററായിട്ടാണ് തോന്നുന്നത്. നല്ല ഇപ്പോൾ സാറ് പറഞ്ഞ മാതിരി 80% അല്ല, ഇപ്പോൾ എനിക്കൊരു 95%ഓളം ഞാൻ ക്യൂറായി കഴിഞ്ഞു. ഇനി അടുത്ത കുറച്ച് സപ്പോർട്ടിങ് എക്സസൈസ് സ്ട്രെങ്തനിങ്ങും സ്ട്രെച്ചിങ്ങും എല്ലാം ചെയ്ത് കഴിയുമ്പം 100% ആകുമെന്നുള്ളത് എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ആയി കഴിഞ്ഞു. നല്ലൊരു സ്ഥലത്താണ് ഞാൻ വന്നത്. വളരെ സന്തോഷമുണ്ട്. 7 വർഷത്തോളം ഇന്ത്യൻ ടീമിനെ ട്രയൽ ചെയ്തിരുന്നു. 12 വർഷത്തോളം സർവീസസ് ടീമിന്റെയും കോച്ചായി പ്രവർത്തിച്ചു. ഇപ്പോൾ 15 വർഷമായി ബാംഗ്ലൂരിൽ ക്യാപ്റ്റൻ സ്ട്രാക്ക് ആൻഡ് ഫീൽഡ് എന്ന പേരിൽ അത്ലറ്റിക് അക്കാദമി നടത്തുകയാണ് അദ്ദേഹം. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വ്യവസായ വകുപ്പ് പ്രാദേശിക തലത്തിലുള്ള സംരംഭക ആവാസ വ്യവസ്ഥ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി നടത്തുന്ന സംരംഭക സഭ 15-ന് രാവിലെ 10:30 കുടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിക്കും. കുടിയത്തൂർ പഞ്ചായത്തിന്റെയും തൊടുപുഴ താലൂക്ക് വ്യവസായ ഓഫീസിന്റെയും ആഭിമുഖ്യത്തിലാണ് സഭ നടത്തുന്നത്. ലൈസൻസ് ആവശ്യമില്ലാത്ത സംരംഭങ്ങൾ, കെ-സ്വിഫ്റ്റ്, ലോൺ എടുത്ത് ആരംഭിച്ച സംരംഭത്തിന് ഇനി ലഭിക്കാവുന്ന സഹായ പദ്ധതികൾ, പ്രകൃതി ദുരന്തം പോലുള്ള അപ്രതീക്ഷിത തിരിച്ചടികൾ ബാധിക്കാതെ വ്യവസായ വകുപ്പ് ലഭ്യമാക്കുന്ന സഹായങ്ങൾ, ഓൺലൈൻ മാർക്കറ്റിംഗ് തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ക്ലാസ് നൽകും. കാമാക്ഷി ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബശ്രീ CDS യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ടൈലറിംഗ് ആൻഡ് ഫാഷൻ ഡിസൈനിങ്ങിൽ സംരംഭകത്വ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ജില്ലാ ആസൂത്രണ വികസന സമിതി ഉപാധ്യക്ഷൻ CV വർഗീസ് ഉദ്ഘാടനം ചെയ്തു. കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ് അധ്യക്ഷത വഹിച്ചു. കാമാക്ഷി ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീ CDSന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വനിതകൾക്കായുള്ള സംരംഭകത്വ പരിശീലന പരിപാടിയുടെ ഭാഗമായി ടൈലറിംഗ് ആൻഡ് ഫാഷൻ ഡിസൈനിംഗ് പരിശീലന ക്യാമ്പാണ് തങ്കമണിയിൽ നടന്നത്. നെടുങ്കണ്ടം പോളിടെക്നിക് കോളേജിലെ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷണൽ സെല്ലാണ് പരിശീലന പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത്. കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ് അധ്യക്ഷത വഹിച്ച യോഗം ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CV വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഈ പരിശീലനം കഴിഞ്ഞാൽ ലോണെടുത്തു അടുത്തൊരു ബാധ്യത ഇപ്പോഴേ വീട്ടാതെ പൊതു സമൂഹത്തിന്റെ സാമൂഹ്യ വികാസത്തിന് കഴിയുന്ന രൂപത്തിലുള്ള ഒരു പദ്ധതിയെ സംബന്ധിച്ച് പരിശീലനം കൊടുക്കുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കുന്നു. ഒരു പ്രോജക്റ്റ് ഇന്ന പദ്ധതി ഏറ്റെടുത്താൽ ഉത്പാദനം ഉണ്ടാക്കിയാൽ അത് വിറ്റഴിക്കാൻ കഴിയുന്ന മാർഗം, അതിനുള്ള കൃത്യമായ വരുമാനം, അങ്ങനെ വരുമാനം സമൂഹത്തിന്റെ സാമൂഹികമായ വളർച്ചയിലേക്കെത്തണം. ഇപ്പൊ കേരളത്തിലെ പ്രശ്നം എങ്ങനെയെങ്കിലും കുട്ടികളെ +2 വരെ പഠിപ്പിക്കുക, പിന്നെ ലോണെടുത്തവരെ നേരെ +2 വരെ ചെയ്തിട്ട് ഇന്ന് മാതാപിതാക്കന്മാരുടെ നമ്മുടെ കുടുംബശ്രീ
കുടുംബശ്രീ സംരംഭങ്ങൾ കാലത്തിന് അനുയോജ്യമായി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കണമെന്ന് CV വർഗീസ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ മിനി CR മുഖ്യപ്രഭാഷണം നടത്തി. നെടുങ്കണ്ടം പോളിടെക്നിക് മാനേജർ JNP വിജയൻ പദ്ധതി വിശദീകരണം നടത്തി. ആശംസകൾ അറിയിച്ച CDS ചെയർപേഴ്സൺ ലിസി മാത്യു, നെടുങ്കണ്ടം ഗവൺമെന്റ് പോളിടെക്നിക് പ്രിൻസിപ്പൽ അരുൺ തോമസ്, കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജി മുക്കാട്ട്, അർജുൻ രാജു എന്നിവർ സംസാരിച്ചു. നിരവധി കുടുംബശ്രീ പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. വണ്ണപ്പുറം തെക്കേച്ചിറ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവുത്സവത്തിന്റെ നോട്ടീസ് പ്രകാശനം ക്ഷേത്രാങ്കണത്തിൽ വെച്ച് നടന്നു. ക്ഷേത്ര മേൽശാന്തി മുകേഷ് ഭട്ടതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് അനിൽ കുന്നുംപുറത്ത്, അക്ഷയ കൺസ്ട്രക്ഷൻ മാനേജിംഗ് ഡയറക്ടർ അക്ഷയ് അജിത്തിന് ആദ്യപ്രതി നൽകി നിർവഹിച്ചു. വണ്ണപ്പുറം തെക്കേച്ചിറ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവുത്സവത്തിന്റെ നോട്ടീസ് പ്രകാശന കർമ്മം ക്ഷേത്രാങ്കണത്തിൽ വെച്ച് നടന്നു. ക്ഷേത്ര മേൽശാന്തി ശ്രീ മുകേഷ് ഭട്ടതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് ശ്രീ അനിൽ കുന്നുംപുറത്ത്, അക്ഷയ കൺസ്ട്രക്ഷൻ മാനേജിംഗ് ഡയറക്ടർ ശ്രീ അക്ഷയ് അജിത്തിന് ആദ്യപ്രതി നൽകി നിർവഹിച്ചു. തുടർന്ന് ഈ വർഷത്തെ ഉത്സവത്തെക്കുറിച്ച് വൈസ് പ്രസിഡന്റ് ശ്രീ സാനു N കുന്നേൽ സംസാരിച്ചു. എല്ലാവരും നമ്മളാൽ കഴിയുന്ന സഹായ സഹകരണങ്ങൾ, അതായത് പൂജ, വഴിപാട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് ക്ഷേത്രത്തിലെ ദേവന്റെ ചൈതന്യത്തെ വർദ്ധിപ്പിക്കുന്നതിനും ഭക്തജനങ്ങളുടെ ബാഹുല്യം ഉണ്ടാക്കുന്നതിനും എല്ലാവിധ സഹകരണങ്ങളും നമ്മൾ ഉണ്ടാക്കണം. മാർച്ച് 24 വൈകുന്നേരം 7 മണിക്ക് നമ്മുടെ തൃക്കുടിയേറ്റ് നടക്കുന്നതാണ്. ഏപ്രിൽ 2-ാം തീയതി ആറാട്ടോടുകൂടി ഉത്സവം പരിസമാപിക്കുന്നതാണ്. നമ്മളാൽ കഴിയുന്ന വിധത്തിലുള്ള എല്ലാവിധ കലാപരിപാടികളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ക്ഷേത്ര സംബന്ധിയായ അല്ലെങ്കിൽ പരമ്പരാഗതമായ ആചാരപ്രകാരമുള്ള അനുഷ്ഠാന രീതിയിലുള്ള കലാപരിപാടികൾ, ചാക്യാർകൂത്ത് മുതലായുള്ള കലാപരിപാടികൾ, ഭക്തിഗാന, സുധ, ഡാൻസ്, ഇങ്ങനെയുള്ള പരിപാടികൾ എല്ലാവർക്കും ഭക്തജനങ്ങളുടെ മനോരഞ്ജനത്തിന് വേണ്ടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സമ്പൂർണ്ണ പൂജകളും ആചാര്യന്മാരുടെ സാന്നിധ്യവും എല്ലാം കൊണ്ടും മഹനീയമായൊരു സാന്നിധ്യമാണ് ഇവിടെ ഉണ്ടാകുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ ആൽബർട്ട് ജോസ് ആശംസകൾ അർപ്പിച്ചു. ഒരു കാര്യത്തിലും നമ്മൾക്ക് പിന്നോട്ട് പോകേണ്ടി വരില്ല. കാരണം ഈശ്വര സാന്നിധ്യം ഏറ്റവും അധികമുള്ള ഒരു അമ്പലത്തിൻ്റെ പല ദിക്കുകളിലുമുള്ള ക്ഷേത്രങ്ങൾ സന്ദർശിക്കുമ്പോഴും ഒക്കെ അതിനേക്കാൾ ഒരു ദൈവ ചൈതന്യമുള്ളൊരു പ്രദേശമാണ് നമ്മുടേത്. പ്രിയപ്പെട്ട അനിലിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ഈ ക്ഷേത്ര ഭരണസമിതി നന്നായി വിശ്വാസികളുടെ ഇടയിൽ നല്ല രീതിയിലേക്ക് ഉയർന്നു വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. എല്ലാ ഭാവങ്ങളും നേടുകയാണ്. ഈ തവണത്തെ ഉത്സവ കമ്മിറ്റി പ്രിയപ്പെട്ട ശിവദാസിൻ്റെ നേതൃത്വത്തിലാണ്. ഭക്തജനങ്ങൾ ഭക്തി നിർഭരമായ ഒരു ചടങ്ങ് നടത്തുമ്പോഴാണ് പൊതുസമൂഹം നമ്മളെ അംഗീകരിക്കത്തുള്ളൂ. അക്കാര്യത്തിൽ ഈ വിശ്വാസികൾ ഒന്നടങ്കം, ഞാനിവിടെ കാണുന്ന സഹോദരിമാരും എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരും ഈ ക്ഷേത്രാങ്കണത്തിലുള്ളവരെല്ലാം വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. നിങ്ങൾക്കെല്ലാം ദൈവാനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സെക്രട്ടറി ഷാജി ആര്യക്കൊമ്പിൽ, മാതൃസംഘം സെക്രട്ടറി ശ്രീമതി മിനി രാഘവൻപിള്ള, ഉത്സവാഘോഷ ചെയർമാൻ ശ്രീ ശിവദാസ് ചെറിയാൻകുന്നൽ, കൺവീനർ ശ്രീ മനു ദിവാകരൻ, കമ്മിറ്റി അംഗങ്ങളായ ശ്രീ രാഘവൻ പടിക്കുഴ, ജയകുമാർ, രാജു കുന്നുംപുറത്ത്, ഷിജു ടോമിച്ചൻ, അരുൺ കൗസല്യ, കുഞ്ഞപ്പൻ, ജലജ, പ്രിൻസ് എന്നിവർ സന്നിഹിതരായിരുന്നു. ഉത്സവം മാർച്ച് 24 വൈകുന്നേരം 7 മണിക്ക് കൊടികയറി ഏപ്രിൽ 2-ാം തീയതി ആറാട്ടോടുകൂടി സമാപിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. MG യൂണിവേഴ്സിറ്റി യൂണിയൻ കലോത്സവത്തിന് മുന്നോടിയായി സംഘാടക സമിതി രൂപീകരണ യോഗം 15-ന് അല്ലസർ BDS കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അന്യായമായ തൊഴിൽ നികുതി വർധനവിനെതിരെ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി വണ്ണപ്പുറം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധിച്ചു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് NP ചാക്കോ ഉദ്ഘാടനം ചെയ്തു. വണ്ടിപ്പെരിയാറിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ഓട്ടോറിക്ഷയിൽ കയറ്റി ഉപദ്രവിക്കുവാൻ ശ്രമിച്ചയാളെ വണ്ടിപ്പെരിയാർ പോലീസ് പിടികൂടി. ഗിരിജ്യോതി സ്വയം സഹായ സംഘങ്ങളുടെ വാർഷികാഘോഷങ്ങൾ 15-ന് മുരിക്കാശ്ശേരിയിൽ നടക്കുമെന്ന് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജോസഫ് കൊച്ചുകുന്നിൽ ചെറുതോണിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടങ്ങുന്ന അജൈവ വസ്തുക്കൾ MSFലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് വാങ്ങിയ പിക്കപ്പ് വാഹനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിസാമോൾ ഷാജി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.